വയനാട്ടിലെ ദുരന്ത മേഖലയിലെ ഉപഭോക്താക്കളിൽ നിന്നും 2 മാസത്തേക്ക് വൈദ്യുതി ചാർജ് ഈടാക്കില്ല. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് ഇത് സംബന്ധിച്ച് KSEBക്ക് നിർദ്ദേശം നൽകിയത്. മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിൽ ഉൾപ്പെടുന്ന KSEBയുടെ ചൂരൽമല എക്സ്ചേഞ്ച്, ചൂരൽമല ടവർ, മുണ്ടക്കൈ KK നായർ, അംബേദ്കർ കോളനി, അട്ടമല പമ്പ് എന്നീ ട്രാൻസ്ഫോമറുകളിൽ ഉൾപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് 2 മാസത്തേക്ക് സൗജന്യമായി വൈദ്യുതി വിതരണം ചെയ്യാനാണ് നിർദ്ദേശം. ദുരന്തം കവർന്ന പുഞ്ചിരിമട്ടത്തെയും മുണ്ടക്കായിലെയും തിരച്ചിൽ 90% പൂർത്തിയായെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 100% ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. സംയുക്ത സംഘം ഇന്ന് യോഗം ചേർന്ന് വിലയിരുത്തും. മരണപ്പെട്ടവരുടെയും കാണാതായവരുടെയും ആദ്യ പട്ടിക ഇന്ന് പുറത്തുവിടുമെന്ന് മന്ത്രി വ്യക്തമാക്കി. വീടുകൾ നഷ്ടമായവരും പുനരധിവാസ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമെന്ന് മന്ത്രി പറഞ്ഞു. തിരച്ചിൽ നിർത്തുന്ന കാര്യം ആലോചിച്ചിട്ടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. വയനാട്ടിൽ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത് സർക്കാരാണെന്ന് മന്ത്രി അറിയിച്ചിരുന്നു. കേവലം വീട് നൽകുകയല്ല സർക്കാർ ലക്ഷ്യമെന്നും പുനരധിവാസത്തിന് സമഗ്ര പാക്കേജ് ഉണ്ടാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പുനരധിവാസം കേരള മോഡലാകും. പ്രൊജക്റ്റിൽ ആർക്കും സഹകരിക്കാം. പക്ഷേ പൂർണ്ണമായും സർക്കാരിന്റെ നേതൃത്വത്തിലായിരിക്കും പദ്ധതിയെന്നും മന്ത്രി പറഞ്ഞിരുന്നു. അതിനിടെ വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളിലെ സ്കൂൾ വിദ്യാഭ്യാസം ഉടൻ പുനരാരംഭിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. നിലവിൽ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാൻ ദുഷ്കരമാണെന്നും താൽക്കാലിക സംവിധാനം ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികൾക്ക് കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. പാഠപുസ്തകങ്ങളുടെ പ്രിന്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. സർട്ടിഫിക്കറ്റുകൾ നഷ്ടമായവർക്ക് ലഭ്യമാകാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഇതിനായി 3 ജില്ലകളിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകിയിട്ടുണ്ട്. തകർന്ന 2 സ്കൂളുകളും വിദ്യാഭ്യാസ വകുപ്പ് നിർമ്മിക്കുമെന്നും ടൗൺഷിപ്പ് മാതൃകയിലായിരിക്കും നിർമ്മാണമെന്നും മന്ത്രി പറഞ്ഞു. മഹാദുരന്തമാണ് ഉണ്ടായത്. ആ ദുരന്തത്തിൻ്റെ ദുഃഖത്തിലാണ് നമ്മളെല്ലാവരും. അതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായി ഇടപെടണമെന്നുള്ള നിർദ്ദേശം നൽകുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ എത്തുകയും വിദ്യാഭ്യാസ വകുപ്പിലെ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഇവിടെ എത്തുകയും ഇന്ന് രാവിലെ അധ്യാപകരുടെ ഈ കെടുതിയുണ്ടായ സ്കൂളുകളിലെ അധ്യാപകരുടെ യോഗം പ്രധാനപ്പെട്ട ക്യാമ്പിൽ ചേരുകയും ക്ലാസ്സുകൾ പുനരാരംഭിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിപ്രായം തേടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനുശേഷം ഇവിടെ ജനപ്രതിനിധികളുടെയും പാരൻ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഭാരവാഹികളുടെയും യോഗം ചേർന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ: ഒന്ന്, മെയിൻ ക്യാമ്പായിട്ടുള്ള GHSS മേപ്പാടിയിൽ അവിടെ ഏതാണ്ട് ഇപ്പോൾ തന്നെ 1890 സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. അവിടുത്തെ ക്യാമ്പ് മാറുന്ന മുറയ്ക്ക് ക്ലാസ്സുകൾ ആരംഭിക്കണമെന്നുള്ള നിലയിലാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അത് മുഖ്യമായിട്ടും വെള്ളാർമല, മുണ്ടക്കൈ ഈ 2 സ്കൂളുകളിലെയും കുട്ടികളാണ് മുഖ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ സ്കൂളവിടെ ആ ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ട കാര്യമുണ്ട്. അതിനെ സംബന്ധിച്ചോളം വിശദമായി ചർച്ച ചെയ്യുകയും അതിന് നടപടി സ്വീകരിക്കാൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി നോഡൽ ഓഫീസറായി വയനാട് ഡെപ്യൂട്ടി ഡയറക്ടറെ നിയോഗിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് IAS തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നിരവധി നിർദ്ദേശങ്ങളാണ് ഈ ഇന്നിപ്പോൾ കൂടിയ യോഗത്തിൽ വന്നിട്ടുള്ളത്. ഒന്ന്, കുട്ടികൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകണം. അത് തീരുമാനിച്ചിട്ടുണ്ട്. നഷ്ടപ്പെട്ട കുട്ടികൾക്ക് ധാരാളം സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് എത്ര പേർക്കാണ് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടതെന്നുള്ളവരെ മനസ്സിലാക്കി ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഹെഡ് ക്വാർട്ടേഴ്സിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്നൊരു ക്യാമ്പ് നടത്തി ആ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യണമെന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ കുട്ടികളുടെ ഗതാഗത സൗകര്യം അത് KSRTC-യുമായിട്ട് സംസാരിക്കുക, അതല്ലെങ്കിൽ ബദൽ സംവിധാനം ഉണ്ടാക്കണമെന്ന നിലയിലും ആലോചിച്ചിട്ടുണ്ട്. ഈ സ്കൂളിൽ ക്ലാസ് ആരംഭിക്കുമ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ ഒരു അഡീഷണൽ എക്സ്പെൻസ് വരും. അതിനും പരിഹാരം കാണാം എന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ നഷ്ടപ്പെട്ടവർക്ക് കൈറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ആവശ്യമായ കമ്പ്യൂട്ടർ നൽകണം എന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ വെള്ളാർമല സ്കൂളാണ് പൂർണ്ണമായി തകർന്നത്. അത് പുനർനിർമ്മിക്കണം എന്നുള്ളതിൽ ആർക്കും തന്നെ തർക്കമില്ല. അത് എവിടെ വേണം എന്നതിനെ സംബന്ധിച്ചിടത്തോളമാണ് ആലോചന നടത്തേണ്ടത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ കെടുതിയുണ്ടായ പ്രദേശമെല്ലാം കൂടെ യോജിപ്പിച്ചുകൊണ്ടൊരു ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർദ്ദേശം വച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഈ സ്കൂളിൻ്റെ കാര്യം തീരുമാനിക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്തായാലും വെള്ളാർമല സ്കൂളിൻ്റെ അതേ പേരിൽ തന്നെ സ്കൂൾ നിർമ്മിക്കും. അത് പൊതുവിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും ആവാം, അതല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പും അതിന് തയ്യാറാണ്. സ്കൂൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് കൊടുക്കുന്നതിന് വേണ്ടി, പ്ലാൻ ഫണ്ട് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാണ്.